ഡൽഹിയിൽ മധ്യവർഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രകടന പത്രിക പുറത്തിറക്കി ആം ആദ്മി ചെയർമാൻ അരവിന്ദ് കെജ്രിവാൾ. കേന്ദ്ര ബജറ്റ് മധ്യവർഗത്തിന് സമർപ്പിക്കണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ സൂപ്പർ പവറായ മധ്യവർഗത്തെ തിരിച്ചറിയണം. തെരുവുകൾ മുതൽ പാർലമെന്റ് വരെ ഇടത്തരക്കാരുടെ ശബ്ദമായി ആം ആദ്മി പ്രവർത്തിക്കുമെന്നും കെജ്രിവാൾ പറയുന്നുണ്ട്. കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്താൻ 7 ആവശ്യങ്ങളും കെജ്രിവാൾ ഉന്നയിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, നികുതി ഇളവ്, പെൻഷൻ എന്നിവ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉയർത്തിയത്. ബജറ്റിൽ വിദ്യാഭ്യാസത്തിനുള്ള വിഹിതം 2% നിന്നും 10% വർദ്ധിപ്പിക്കണം. സ്വകാര്യ സ്കൂളുകളുടെ ഫീസ് നിയന്ത്രിക്കാൻ ഇടപെടൽ ഉണ്ടാകണം. ഉന്നത വിദ്യാഭ്യാസത്തിന് സബ്സിഡിയും സ്കോളർഷിപ്പും നൽകണം. ആരോഗ്യ ബജറ്റ് 10% ഉയർത്തണം. ആരോഗ്യ ഇൻഷുറൻസിൽ നിന്ന് നികുതി ഒഴിവാക്കണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദായ നികുതി ഇളവ് പരിധി ഇപ്പോഴുള്ള 7 ലക്ഷം രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയായി ഉയർത്തണമെന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവശ്യവസ്തുക്കളിൽ നിന്ന് ചരക്ക് സേവന നികുതി നീക്കം ചെയ്യണം. മുതിർന്ന പൗരന്മാർക്ക് വിരമിക്കൽ പദ്ധതിയും മികച്ച പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണം. രാജ്യത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും മുതിർന്ന പൗരന്മാർക്ക് ചികിത്സ ഉറപ്പാക്കണം. മുതിർന്ന പൗരന്മാർക്ക് റെയിൽവേ യാത്രയിൽ 50% ഇളവ് അനുവദിക്കണമെന്നും കെജ്രിവാൾ തന്റെ ആവശ്യങ്ങളായി വിശദീകരിച്ചു. അതേസമയം സർക്കാരിന്റെ നികുതി നയങ്ങളെയും കെജ്രിവാൾ രൂക്ഷമായി വിമർശിച്ചു. ടാക്സ് ടെററിസമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. സാധാരണ നിലയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ആളുകൾ നികുതി അടക്കുക. എന്നാൽ മരിച്ചു കഴിഞ്ഞും നികുതി അടക്കേണ്ട അവസ്ഥയാണിന്ന്. ഇത്തരത്തിൽ ടാക്സ് ടെററിസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ എങ്ങനെയാണ് തങ്ങളുടെ സ്വപ്നത്തിന് പിന്നാലെ പോവുകയെന്ന് കെജ്രിവാൾ ചോദിച്ചു. വിവാഹിതരായ ദമ്പതികളെ സംബന്ധിച്ച് കുടുംബാസൂത്രണം എന്നത് ഒരു സാമ്പത്തിക തീരുമാനം കൂടിയായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ കാരണം പലരും ഇന്ന് രാജ്യം വിടുന്നു. 2020 കണക്കുപ്രകാരം ഏകദേശം 85,000 ഇന്ത്യക്കാരാണ് വിദേശത്തേക്ക് ചേക്കേറിയത്. രാജ്യത്തെ സംബന്ധിച്ച് വലിയ ദുഃഖകരമായ കാര്യമാണ് ഇതെന്നും കെജ്രിവാൾ പറഞ്ഞു. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകം വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റാണ്. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ ഉയർത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇറക്കുമതി നിയന്ത്രിക്കാനും വ്യാപാര കമ്മി കുറയ്ക്കാനും സർക്കാർ സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2024 ബജറ്റിൽ കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ അടക്കം ഇറക്കുമതി തീരുവ വലിയ രീതിയിൽ കുറച്ചിരുന്നു. അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ് അടക്കം 15% ഇറക്കുമതി തീരുവ 6% കുറയ്ക്കുകയായിരുന്നു. എന്നാൽ ഇതിലൂടെ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായിട്ടില്ലെന്ന വിലയിരുത്തൽ ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഇറക്കുമതി തീരുവ 10%-ലെങ്കിലും എത്തുമെന്ന അഭ്യൂഹം. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ സ്വർണ്ണവില മുകളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ തവണ ഇറക്കുമതി തീരുവ കുറച്ചത് വലിയ വിലയിടിവിനും ഇറക്കുമതിയിലെ വർധനവിനും കാരണമായിരുന്നു.